ടെക്ഹാക്വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെങ്ങനെ ഒരു ഫാം സെറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഫീഡർ ഡ്രിങ്കറൊക്കെ സെറ്റ് ചെയ്യാമെന്നുള്ളതും അതിലെങ്ങനെ പ്ലംബിങ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതേ ഒരു ഇതിൽ തന്നെ താഴത്തെ ഒരു ഫ്ലോറിലേക്കായിട്ട് നമ്മളൊരു ബ്രൂഡർ സെറ്റ് ചെയ്യുന്ന എങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനെ തോന്നുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെക്കാവുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനോട്ട് നമ്മൾ ആദ്യം തന്നെ നെറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ കാണുന്ന ടൈപ്പ് ഡയമണ്ട് മെഷാണ് ഉപയോഗിക്കുന്നത്. 16 ഗേജിൻ്റെ GI ആണ് കേട്ടോ, കംപ്ലീറ്റ് GI. നിങ്ങൾ ബ്രൂഡർ ചിക്കൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒരു ഇതാക്കി വെച്ചാൽ ആ ഒരു മെഷ് ഊരിയിട്ട് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നെറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് ഫീഡറിനോ ഡ്രിങ്കറിനോ ആവശ്യമായ റോപ്പും അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കൊക്കെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പ്ലംബിംഗ് ചെയ്തതും അതുപോലെ തന്നെ റോപ്പ് കിട്ടുന്നത് കാണിച്ചില്ല, കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തായിട്ട് ഇതിന് ബ്രൂഡർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ബ്രൂഡറിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാണുന്ന ചട്ടി കുറച്ച് ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ചട്ടി തുറന്നിട്ട് ഇതിലേക്ക് ബൾബ് കൊടുത്തിട്ടാണ് ബ്രൂഡർ സെറ്റ് ചെയ്തത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് നമ്മൾ ക്രോസ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇതിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ല ഹീറ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഹോളെല്ലാം ഒരുപോലെ കിട്ടാൻ വേണ്ടി ഒന്നിന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാണുമ്പോൾ ഇങ്ങനെ വെച്ചടിച്ചിട്ട് ചട്ടിയിൽ നിന്ന് മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ മതി. എല്ലാ ഹോളും ഒരേ അളവിൽ കിട്ടും. ഇപ്പോൾ ഈ ചട്ടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഹോൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ ഫ്രെയിമിലേക്ക് നേരിട്ട് ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ഹോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് സൈഡിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ കൂടി തന്നെ ബൾബ് ഇറക്കാൻ വേണ്ടി പറ്റും. സെൻറ്ററിലൊരു ഹോൾ കൂടി ബൾബ് ഇറക്കാൻ വേണ്ടി എടുക്കാണ്ട് അത് നമുക്ക് കറക്റ്റ് ബാലൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇങ്ങനെ 5 ചട്ടിയുള്ളൊരു ബ്രൂഡറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5ലും 100 വാട്ട്സിൻ്റെ ബൾബ് കൊടുത്തിട്ട് 500 കോയിന് അതിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കോഴിക്ക് ഒരു വാട്ട്സ് വെച്ചിട്ടായിരിക്കും ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്ക് കണക്കൂട്ടുന്ന സമയത്ത് ഉണ്ടാവുക. ആദ്യകാലത്തൊക്കെ ബ്രൂഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഫാമിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബൾബ് തൂക്കിയിട്ട ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫെഡ്ലൈറ്റ് പോലെ വർക്ക് ചെയ്തിട്ട് വെളിച്ചം മാത്രമേ ഉണ്ടാവും, അതിന് നമുക്ക് ഇത് കിട്ടില്ല, ശരിക്കും അതിൻ്റെ ഒരു ഹീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്ടി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റും കിട്ടും, അതുപോലെ തന്നെ കൂടുതൽ വെളിച്ചവും കിട്ടും. നമ്മൾ 5 ഏരിയ എന്നായിട്ട് 5 ഭാഗത്ത് നിന്ന് നമ്മളൊരു എന്താ പറയുക ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണല്ലോ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ചട്ടി വരുന്നതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് പ്രൈസ് വെച്ച് നോക്കുന്നതാണെങ്കിലും ഈ ഒരു ചട്ടിക്ക് 60 രൂപയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 5 ചട്ടി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 300 രൂപ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് ബെൻഡ് ചെയ്തെടുക്കാൻ തന്നെ 300 രൂപയിലധികം ചാർജ് വരും. ഈ ഒരു ഭാഗമൊക്കെ ബെൻഡ് ചെയ്ത് ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ സിങ്ക് ഷീറ്റും കൂടി കൂട്ടുന്നതാണെങ്കിൽ ഏകദേശം ഒരു 700-750 രൂപ, അത് മതിയാവില്ല, അതിൽ കൂടുതലേ വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമുക്ക് എങ്ങനെ നോക്കുന്നതാണെങ്കിലും നമ്മളിപ്പം കോഴിയുടെ വളർച്ചയെ വെച്ച് നോക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കൊടുക്കുന്ന ഹീറ്റ് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇലക്ട്രിസിറ്റി വെച്ച് നോക്കുന്നതാണെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടും ഈ ഒരു രീതി തന്നെയായിരിക്കും ബെറ്ററായിട്ട് വരിക. അപ്പോൾ ഇത് നമ്മൾ രണ്ടും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഈ ഒരു രീതി തന്നെയാണ് തുടർന്ന് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് സാധനം ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അൺപാക്ക് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പാക്കിങ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഡാമേജ് ഇല്ലാതെ തന്നെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ആ 2 മാസം മുമ്പ് വാങ്ങുന്നതിനായിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. നമ്മൾ അന്ന് വാങ്ങുന്ന സമയത്തുള്ളതിൻ്റെ ഒരു ഈ ബില്ല് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം, സ്ക്രീൻഷോട്ടായിട്ട് ഇതിൽ കാണിക്കാം. അപ്പോൾ എന്നാലും നമ്മൾ നാട്ടിൽ വാങ്ങുന്നത് വെച്ച് നോക്കുന്നതാണെങ്കിൽ ഇതിൽ വില കുറവ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇതിനാകട്ടെ 60 രൂപ കൂടിയിട്ടാണ് നമുക്ക് നാട്ടിൽ നിന്ന് ഒരു കൊട്ടേഷൻ തന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ് നല്ല ഹോസാണ്, ഒരു അത്യാവശ്യം നല്ല സൈസുള്ളതും അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല ഹോസ് കിട്ടുന്നുണ്ട്. മടങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നത് ചിലതെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ മടക്കിയ പോലെ നിൽക്കുന്ന ടൈപ്പാണ്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പ്. ഇതൊരു അത്യാവശ്യം മീഡിയം ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന റോപ്പ്, അപ്പോൾ ഈ റോപ്പും നല്ല നമ്മളെ ഗൾഫിൽ നിന്നൊക്കെ പെട്ടിയൊക്കെ കെട്ടി വരുന്ന ടൈപ്പ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് റോപ്പാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊരു എലാസ്റ്റിക്കത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും. അത് 1-2 പ്രാവശ്യം തൂക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഹുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലാറ്റ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ തന്നെ ഉണ്ടാവും.
അപ്പോൾ വാട്ടർ കണക്ഷനൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ നിലത്ത് ഈർച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. താഴെ മുകളിലായിട്ട് ഫീഡറും അതുപോലെ തന്നെ ഡ്രിങ്കറെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമയം പോയി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ചട്ടിയിലേക്ക് ഇലക്ട്രിഫൈ ചെയ്യാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളിവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് സ്ക്രൂ ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് ലൂക്കോർ വയർ വെച്ചിട്ട് വയറിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻസുലേഷന് പുറമെ ഈ ഒരു കോട്ടിങ്ങും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി സേഫ്റ്റി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ കോട്ടിങ് 80 ഡിഗ്രി പോലെ വ്യത്യസ്താൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം അത്രയും ചൂട് വരുമെന്ന് പ്രതീക്ഷിക്കാം. 37 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ഓഫ് ആക്കുന്നതല്ലേ. അപ്പോൾ ഹോൾഡർ വാങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇത് BA മെറ്റലാണ്. BA മെറ്റൽ അത്ര പെട്ടെന്ന് മെൽട്ടാവില്ല. അല്ലാത്തത് നമ്മൾ സാധാരണ ലോക്കൽ പ്ലാസ്റ്റിക് ഒക്കെ വാങ്ങുന്നതാണെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. കഴിവതും ഈ ഒരു ഭാഗം അടക്കം മെറ്റൽ കിട്ടുന്ന തന്നെ ഇറങ്ങുന്നുണ്ട്. ആ ഒരു ടൈപ്പ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചട്ടിയിലൊക്കെ ഹോൾഡർ സെറ്റ് ചെയ്ത് വയറും കണക്ഷൻ കൊടുത്ത് ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സീൽ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫാമിൻ്റെ അകത്തേക്ക് തൂക്കാൻ വേണ്ടി പോയി. അപ്പോൾ ബ്രൂഡർ സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. നാളെ നമുക്ക് ചിക്സ് വരാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. പിന്നെ അത് മാത്രമല്ല നേരെ ഏകദേശം സന്ധ്യയായി, വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് ചിക്സ് ഇട്ടതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കാണാം. ബ്രൂഡറിൻ്റെ അതുപോലെ തന്നെ ബൾബ് സെറ്റ് ചെയ്യുന്നതൊക്കെ അതിന് ശേഷം നമുക്കൊന്ന് കാണാം. ഡാമേജ് ആയിട്ട് വരുന്ന കോഴിയായത്. അപ്പോൾ അതിന് കുറച്ച് അംഗവൈകല്യങ്ങളിൽ വന്നിട്ട് വരുന്നതെല്ലാം എക്സ്ട്രാ ഒരു പുറമേ ആക്കിയിട്ട് ഇങ്ങനെ ബ്രൂഡിങ് കൊടുക്കണം. സാധാരണയായിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കുള്ള എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ മറ്റുള്ള കോഴിക്ക് പകരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ബ്രൂഡറൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ കോഴി വളർന്ന് ഇപ്പോൾ കാണുന്ന ഈ ഒരു പരുവത്തിൽ ഇന്നേക്ക് 13 ദിവസം നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു 13 ദിവസം ഒരു 10 ദിവസം നമ്മൾ ഈ ഒരു ഇതിൽ വളർത്തിയിട്ട് ബ്രൂഡിങ് മാത്രം ചെയ്തിട്ട് പിന്നെ ഷിഫ്റ്റ് ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ആ ബ്രൂഡർ സെറ്റ് ചെയ്യുന്നത് ആ ബൾബിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു ചെറിയൊരു ഷോട്ട് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് അതിൽ പേപ്പറൊക്കെ വിരിച്ച് സെറ്റാകുന്ന സമയത്ത് തന്നെ ഏകദേശം ചിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ഫാമിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബ്രൂഡറിൻ്റെ എങ്ങനെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിന് വെക്കേണ്ട റിലേ എങ്ങനെയാണ്, എല്ലാ ബൾബും ഒരേ സമയത്ത് എങ്ങനെ ഓഫാക്കാൻ വേണ്ടി പറ്റും. നമുക്കിപ്പോൾ 4 ബ്രൂഡറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ 500 കോഴിക്ക് 1000 കോഴി മുകളിൽ. അപ്പോൾ 500-500ൻ്റെ 2 സെറ്റ്, അതുപോലെ തന്നെ താഴെ 500-500ൻ്റെ 2 പെയറായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ അത് ഒന്നിച്ച് എങ്ങനെ ഓഫാക്കാന്നുള്ള വീഡിയോ, അതുപോലെ തന്നെ വെയിറ്റ് സെറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് ഈ കർട്ടൺ കാര്യങ്ങൾ ഉണ്ടാക്കി പിന്നെ കുറച്ച് സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് വരുന്ന നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ കോഴീൻ്റെ വളർച്ച എങ്ങനെ കൂട്ടാൻ പറ്റുന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ബ്രൂഡർ വെക്കുന്ന സമയത്ത് അതിൻ്റെ സർക്കിൾ സ്റ്റാൻഡേർഡായിട്ട് എത്ര വെക്കണം, എങ്ങനെ വികസിപ്പിച്ചിട്ട് അത് വലുതാക്കി കൊണ്ടുവരണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് വളർച്ച കൂട്ടാൻ വേണ്ടി പറ്റും. കോഴിയുടെ വളർച്ചയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.